നമസ്തേ. ബുദ്ധഭഗവാന്റെ രണ്ടാമത്തെ കഥയാണ് വേര് നോക്കി നന. ബോധിസത്വൻ വാരണാസിയിലുണ്ടായിരുന്ന കാലം കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ നാനാതരം വർണ്ണ സുഗന്ധ പുഷ്പങ്ങൾ വിടർത്തി ധാരാളം ചെടികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രധാന തോട്ടക്കാരനും ആ തോട്ടക്കാരനൊപ്പം കുറേ കുരങ്ങന്മാരും കൂട്ടായിരുന്നു. അവിടുത്തെ നഗരത്തിൽ ഒരു വലിയ ആഘോഷം നടക്കുന്ന ദിവസം ഓരോ വീടും ഉത്സവ കാഴ്ച കാണാൻ ഒരുങ്ങുകയായിരുന്നു. വൈകുന്നേരത്തോടെ ആളുകൾ പുതുവസ്ത്രങ്ങളും അണിഞ്ഞ് കുട്ടികളുടെ കൈയും പിടിച്ച് കൂട്ടം കൂട്ടമായി നടന്നു നീങ്ങിത്തുടങ്ങി. അങ്ങനെ കൊട്ടാരത്തിലെ ആ ഉദ്യാനം കാവൽക്കാരൻ മാത്രം വിഷാദ ചിത്തനായി ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുകയാണ് അവിടെ. കുരങ്ങന്മാർ കൂട്ടത്തോടെ അവരുടെ ഉറ്റ ചങ്ങാതിയായ തോട്ടക്കാരൻ്റെ വിഷമഭാവത്തിന് കാരണം എന്തെന്ന് അന്വേഷിച്ച് ചുറ്റും കൂടി. എന്താ ചങ്ങാതി? തലവൻ കുരങ്ങൻ അവനെ തലോടിക്കൊണ്ട് ചോദിച്ചു. പതിവില്ലാത്തൊരു ദുഃഖം നിങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യമെന്ന് ഉദ്യാനം നോക്കുന്ന ആള് ഈ കുരങ്ങിനോട് പറഞ്ഞു. എന്നാലും പറഞ്ഞൂടെ, ഞങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുന്നതെങ്കിൽ ഞങ്ങൾ സഹായിക്കില്ലേ? നിങ്ങളുടെ നല്ല മനസ്സിന് ആദ്യമേ നന്ദി. നോക്കൂ സ്നേഹിതരെ, നമ്മുടെ നാടൊക്കെ നഗരത്തിലേക്ക് ഒഴുകുന്നത് കണ്ടില്ലേ? ഓരോ വീട്ടിലെയും കുഞ്ഞുകുട്ടി വൃദ്ധജനങ്ങൾ വീടും പൂട്ടിയല്ലേ തിരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു കെങ്കേമമായ ഉത്സവം ആണ്ടിലൊരിക്കലല്ലേയുള്ളൂ. അടുത്ത വർഷം ഉത്സവം കാണാൻ എത്ര പേർ ഇന്നുള്ളവർ ജീവിച്ചിരിക്കുമെന്ന് ആരറിഞ്ഞു? അപ്പോൾ ഈ മുതിർന്ന കുരങ്ങൻ പറഞ്ഞു, അതോർത്താണോ ചങ്ങാതിയുടെ വിഷമം? അപ്പോൾ തോട്ടക്കാരൻ പറഞ്ഞു, അതെ, ഈ തോട്ടത്തിൻ്റെ ചുമതല തലയിലെത്തിയ അന്നു മുതൽ എനിക്ക് തോട്ടമേ ശരണം. ഓണവുമില്ല, തിരുവാതിരയുമില്ല, ആറാട്ടുമില്ല. ഇവിടെ തന്നെ കൈലാസവും ഇവിടെ തന്നെ ശിവരാത്രിയും. ഞാൻ എങ്ങനെ ഈ തോട്ടത്തിൻ്റെ കാവൽ ഉപേക്ഷിച്ച് ഉത്സവത്തിന് പോകും? ഞാൻ ചെല്ലാതെ എൻ്റെ ഭാര്യയും മക്കളും എങ്ങനെ ഉത്സവം കാണും? അപ്പോൾ ഈ മുതിർന്ന കുരങ്ങൻ പറഞ്ഞു, ചങ്ങാതിക്ക് ഈ ഉദ്യാനം സംരക്ഷിക്കുകയും ഒപ്പം ഉത്സവത്തിന് പങ്കെടുക്കുകയും വേണം. രണ്ടും കൂടെ നടപ്പില്ലതാനും, അതല്ലേ കാര്യം? അപ്പോൾ ഉദ്യാനം നോക്കുന്ന ആൾ ചോദിച്ചു, ആണെങ്കിൽ എന്തു ചെയ്യാമെന്ന? അപ്പോൾ നമ്മുടെ കുരങ്ങൻ പറഞ്ഞു, ചെയ്യാമല്ലോ. അപ്പോൾ വീണ്ടും ഉദ്യാനം നോക്കുന്ന ഈ ആൾ ചോദിച്ചു, എങ്ങനെ? ഒരു ചങ്ങാതിക്ക് എന്തെങ്കിലും ആവശ്യം നേരിട്ടാൽ മറ്റു ചങ്ങാതിമാർ സഹായിക്കാൻ ചുമതലയില്ലേ? അല്ലെങ്കിൽ പിന്നെ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? താങ്കൾ ധൈര്യമായി ഉത്സവത്തിനൊരുങ്ങി വീട്ടിലെത്തി ഭാര്യയെയും മക്കളെയും കൂട്ടി പുറപ്പെട്ടോളൂ. ഈ ഉദ്യാന പരിപാലനം താങ്കൾ വരും വരെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. എന്താ പോരെ? അപ്പോൾ സന്ധ്യ ഇങ്ങനെ മയങ്ങും മുമ്പ് എല്ലാ ചെടികൾക്കും നനയ്ക്കേണ്ടതുണ്ട്. നാളെ പൂക്കൾ വാടിപ്പോയാൽ യജമാനൻ കോപിക്കും. വേനൽക്കാലമല്ലേ, നമ്മുടെ കുളത്തിൽ വെള്ളത്തിൻ്റെ അളവാണെങ്കിൽ തീരെ പരിമിതവും. നിങ്ങൾ ആ ജോലി ഏറ്റെടുക്കാമെന്നാണോ? നാളെ രാവിലെ നനയ്ക്കാറാവുമ്പോൾ ഞാൻ വന്നെത്തും. അപ്പോൾ ഈ മുതിർന്ന കുരങ്ങ് പറഞ്ഞു, ചങ്ങാതി ധൈര്യമായി ചൊല്ലൂ. കലാപരിപാടികളും കണ്ട് വെടിക്കെട്ടും കഴിഞ്ഞ് കാലത്തെ ഇങ്ങ് വന്നാൽ മതി. അങ്ങനെ അയാൾ ആ കുരങ്ങന്മാരെ തോട്ട പരിപാലനം അന്നത്തേക്ക് ചുമതലപ്പെടുത്തി ആഹ്ലാദത്തോടെ ഉത്സവം കാണാൻ പുറപ്പെടാൻ ഒരുങ്ങി. അയാൾ കുരങ്ങന്മാർക്ക് തോട്ടം നനയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പറഞ്ഞു, തടാകത്തിലെ കുറച്ച് മാത്രമുള്ള വെള്ളം കരുതലോടെ വേണം കോരി നനയ്ക്കാൻ. ആ തോട്ടക്കാരൻ എന്നിട്ട് ഇങ്ങനെ കൂട്ടിച്ചേർത്തു, കുരങ്ങന്മാർ പൊതുവെ മണ്ട ശിരോമണികൾ എന്നാണ് എല്ലാവരും കരുതുന്നത്. മിന്നാമിനുങ്ങിനെ തീപ്പൊരി എന്ന് കരുതി കരിയിലകൾക്കിടയിൽ പിടിച്ചിട്ട് ഊതി തീ കൂട്ടാനൊരുങ്ങിയ കുരങ്ങൻ്റെ കഥ പറഞ്ഞ് ചിരിക്കാത്തവരില്ല. പിന്നെയോ, തടിപ്പിളർപ്പിനിടയിൽ വാലും തൂക്കിയിട്ട് പിളർപ്പിലെ ആപ്പ് വലിച്ചൂരി വാല് കളഞ്ഞ് മോങ്ങാനിരുന്ന കുരങ്ങിൻ്റെ കഥയും കേട്ട് ഇന്നും ആളുകൾക്ക് ചിരി അടങ്ങുന്നില്ല. അങ്ങ് പറയും പോലെ ഞങ്ങൾ കേൾക്കാം. കൂട്ടത്തിലെ മുതിർന്ന മറ്റൊരു കുരങ്ങ് പറഞ്ഞു, എങ്ങനെയാണ് നനയ്ക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മതി. അപ്പോൾ തോട്ടക്കാരൻ പറഞ്ഞു, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം. ഉദ്യാനത്തിലെ ചെടികളുടെ ഈ നല്ലതും ചീത്തയും നോക്കി വേണം നനയ്ക്കാൻ. വേരുപടലം അധികമുള്ള ചെടികൾ കൂടുതൽ വെള്ളം വലിച്ചെടുക്കും. അവയ്ക്ക് അത്രയും വെള്ളം ആവശ്യമുള്ളതിനാലാണ് അങ്ങനെ ചെയ്യേണ്ടത്. വേരുപടലം കുറഞ്ഞവയ്ക്ക് താരതമ്യേന കുറച്ച് വെള്ളം മാത്രം മതിയാകും. അങ്ങനെ ചെടികളുടെ വേരുപടലം നിശ്ചയിച്ച് വെള്ളമൊഴിച്ചാൽ കുളത്തിലെ വെള്ളം പാഴാവില്ല. ചെടികൾക്ക് ഓരോന്നിനും ആവശ്യത്തിന് മാത്രമുള്ള വെള്ളം ചുവട്ടിലെത്തിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ കുരങ്ങ് പറഞ്ഞു, ശരി, ഞങ്ങൾ വേരുപടലം നിശ്ചയിച്ചിട്ടേ ഓരോ ചെടിയും നനയ്ക്കുകയുള്ളൂ. എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് തോട്ടക്കാരൻ നടന്നു നീങ്ങി.
സന്ധ്യ മയങ്ങി തുടങ്ങി. ആ കുരങ്ങന്മാർ ഓരോ ചെടിയുടെ ചുവട്ടിലും വെള്ളം എത്തിച്ച ശേഷം ചെടി പിഴുതെടുത്ത് വേരിൻ്റെ അളവ് തിട്ടപ്പെടുത്തി അത് അവിടെ തന്നെ ഇട്ട ശേഷം വെള്ളവും ഒഴിച്ചു. രാവിലെ തോട്ടക്കാരൻ ഉത്സവം കണ്ട ഉറക്കച്ചടവോടെ ഓടി തൻ്റെ ജോലി ഏറ്റെടുക്കാൻ ഉദ്യാനത്തിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഇനി വർണ്ണിക്കാനുണ്ടോ? എങ്ങും പിഴുതു നിരത്തിയ ചെടികളുടെയും വാടിയ പൂക്കളുടെയും ഉത്സവം കണ്ട് അയാൾ നിലവിളിച്ചു പോയി. അയാൾ യജമാനൻ്റെ ശിക്ഷയും കാത്ത് താടിക്ക് കൈയും കൊടുത്തിരിക്കവേ ആ മൂത്ത കുരങ്ങ് അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, എന്താ ചങ്ങാതി ഇനിയത്തെ വിഷമം? അപ്പോൾ ബോധിസത്വൻ്റെ ഓരോരോ കുഞ്ഞു കുഞ്ഞു കഥകൾ ഓരോ വീഡിയോയിലായിട്ട് ഇടുന്നതായിരിക്കും. കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ ബുദ്ധഭഗവാന്റെ ഒരു ചെറിയ മന്ത്രം അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരെയും ബുദ്ധഭഗവാൻ അനുഗ്രഹിക്കട്ടെ.